നമസ്കാരം. അറബ് ലോകത്തെ പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി ഗൾഫ് ദിസ് വീക്കിലേക്ക് സ്വാഗതം. UAEയുടെ ചൊവ്വ പര്യവേഷണത്തിൻ്റെ വിശദാംശങ്ങളും ഷാർജയിലെ ഗ്രേറ്റ് വെഗ സർക്കസിലെ പുതിയ കാഴ്ചകളുമാണ് ഈ ആഴ്ച ഗൾഫ് ദിസ് വീക്കിൽ. ഗൾഫ് മേഖലയ്ക്കാകെ പുതിയ പ്രതീക്ഷ പകർന്ന് UAEയുടെ ചൊവ്വ ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാഷ്ട്രരൂപീകരണത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന 2021 ചൊവ്വ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൽ അമൽ എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യം പുരോഗമിക്കുന്നത്. പ്രതീക്ഷയെന്നാണ് അൽ അമൽ എന്ന അറബി വാക്കിന്റെ അർത്ഥം. രാജ്യത്തിന്റെ പ്രതീക്ഷ ചൊവ്വയിലെത്തുമ്പോൾ അത് ഗൾഫ് മേഖലയുടെ സ്വപ്ന സാക്ഷാത്കാരമാകും. UAE രൂപീകരണത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന 2021 ചൊവ്വയെ കീഴടക്കാൻ ലക്ഷ്യമിട്ടാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. 2020 ജൂലൈയിൽ റോക്കറ്റിന്റെ സഹായത്തോടെ വിക്ഷേപിക്കുന്ന പര്യവേഷണ വാഹനം 7 മാസം കൊണ്ടായിരിക്കും ചൊവ്വയിലെത്തുക. ചൊവ്വ ദൗത്യം ഏറ്റെടുക്കുന്ന മധ്യപൂർവ്വ ദേശത്തെ ആദ്യ രാജ്യമാണ് UAE. രാജ്യത്തിന്റെ ചൊവ്വ ദൗത്യം മേഖലയ്ക്കാകെ പ്രതീക്ഷ പകരുന്നതാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. There is no limit for us. We're always thinking positive. This mission to Mars is really for the hope of the Arab world and sending them a message to say you can be better, you can improve your country, you can reach where you want. ഒരു ചെറുകാറിന്റെ വലിപ്പവും ഭാരവുമുള്ള പര്യവേഷണ വാഹനമാണ് ചൊവ്വ ദൗത്യത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 1,26,000 കിലോമീറ്റർ വേഗതയിലായിരിക്കും ചൊവ്വയിലേക്കുള്ള 60 കോടി കിലോമീറ്റർ താണ്ടുക. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ വേഗത മണിക്കൂറിൽ 14,000 കിലോമീറ്ററായി കുറയും. 2023 വരെ ചൊവ്വയെ ഭ്രമണം ചെയ്യുന്ന പര്യവേഷണ വാഹനം 1000 ജിഗാബൈറ്റിലധികം ഡാറ്റ ഭൂമിയിലെ കൺട്രോൾ സെന്ററിലേക്ക് അയക്കും. 2025 വരെ ദൗത്യ കാലാവധി വർദ്ധിപ്പിക്കാനും സാധിക്കും. The journey across the solar system will take around 7 months. As it travels, the spacecraft needs to figure out its location. There is no GPS in deep space. So the spacecraft will use star trackers to navigate using patterns of constellations. This is similar to the way our ancestors used the stars to find their way in the desert and at sea. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമായിരിക്കും പ്രധാനമായും പഠനം നടത്തുക. ഭാവിയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠനം നടത്തും. Our mission and the objectives of our mission is to provide the first ever holistic view of the Martian atmosphere and the changes in that atmosphere and the dynamics of that atmosphere. 180 ശാസ്ത്രജ്ഞരുടെ സംഘമാണ് ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ലോകത്തെ 200ഓളം പ്രമുഖ സ്ഥാപനങ്ങളുമായി ഗവേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കും. The UAE wants to build scientists. They want to build and prepare experts in the field of science and technology and also in the field of space sciences. അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ, ഫ്രാൻസ്, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ വിജയകരമായി ചൊവ്വ ദൗത്യം പൂർത്തീകരിച്ചിട്ടുള്ളത്. മറ്റു രാജ്യങ്ങൾ 10 മുതൽ 15 വർഷം വരെയെടുത്ത് പൂർത്തീകരിച്ച ദൗത്യമാണ് 6 കൊല്ലം കൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ UAE പദ്ധതിയിടുന്നത്. ഗൾഫ് മേഖലയിൽ കാലിക്കറ്റ് സർവകലാശാല നടത്തിവന്ന വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളും ഇനിയും അവസാനിച്ചിട്ടില്ല. ഗൾഫിലെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതാൻ അവസരം നൽകാമെന്ന സിൻഡിക്കേറ്റ് തീരുമാനം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്നാൽ ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ടുള്ള ഈ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് സാധുതയുണ്ടാകുമോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ ഇന്ത്യക്ക് വെളിയിലുള്ള വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് കോടതി വിധിയുണ്ടായത്. ഇതോടെ ഗൾഫിലെ 24 കേന്ദ്രങ്ങളിലായി പഠിക്കുന്ന 2000-ലേറെ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. ഇതിൽ 20 കേന്ദ്രങ്ങളും UAE-യിലാണ്. 8 ലക്ഷത്തിലേറെ രൂപ ഫീസ് നൽകി ഇവിടെ പഠിക്കുന്നവർക്ക് ഇവിടെ തന്നെ പരീക്ഷ എഴുതാൻ സൗകര്യം വേണമെന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം, ഞങ്ങളുടെ എക്സാംസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിഗ്രി ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് UAE-യിൽ ഒരു പുതിയ കേന്ദ്രത്തിൽ വെച്ച് ഈ വർഷത്തെ പരീക്ഷ നടത്താൻ തീരുമാനിച്ചത്.
നിലവിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കാനാണ് സിൻഡിക്കേറ്റിന്റെ പദ്ധതി. എന്നാൽ ഇത് എവിടെ, എപ്പോൾ, എങ്ങനെ നടത്തും എന്നത് സർവകലാശാല വ്യക്തമാക്കിയിട്ടില്ല. ഇത് എന്ന് നടക്കും, എങ്ങനെയാണ് ഒരു ടോട്ടൽ കൺഫർമേഷൻ ആരും ഒന്നും തരുന്നില്ല. സോ പ്രോബ്ലി ഇറ്റ്സ് ഗോണ ടേക്ക് ടൈം. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഇവിടുത്തെ സ്ഥാപന നടത്തിപ്പുകാർക്കും സാധിച്ചിട്ടില്ല. ഡിസംബർ മാസം 20-ാം തീയതി ഒരു ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ എന്തുകൊണ്ട് ഇത് ഇതുവരെയായിട്ടും വെച്ച് ഡിലേ ആക്കിക്കൊണ്ടിരുന്നു? ഒരുപക്ഷെ അവർ ആ സമയങ്ങളിൽ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നമില്ലാതെ ഈ അക്കാഡമിക് ഇയറിൽ പരീക്ഷ നടന്നു പോകുമായിരുന്നു. ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പുതിയ അക്കാഡമിക് കോഴ്സിൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് ചേരുമ്പോൾ നമുക്ക് എഴുതാം വെയിറ്റിംഗ് ഫോർ റിസൾട്ട്. വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിർത്തലാക്കിയ വിധിക്കെതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യം അപ്പീലിന് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ലെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. നിലവിലെ വിദ്യാർത്ഥികൾക്ക് തുടരാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും പുതിയ അഡ്മിഷൻ എടുക്കില്ലെന്നുമായിരുന്നു സ്ഥാപന ഉടമകൾ അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ കച്ചവടക്കണ്ണിൽ പുതിയ വിദ്യാർത്ഥികളെ ചേർത്ത് അവരെ കൂടി കെണിയിലാക്കുന്ന പ്രവണത ഇപ്പോഴും തുടരുന്നതായും ചൂണ്ടിക്കാട്ടി. ഞങ്ങളുടെ ബാച്ച് എടുത്തപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇനി എടുക്കില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് വന്നപ്പോഴും പിന്നെയും പറഞ്ഞു ഇനി എടുക്കില്ല, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണെന്ന്. പിന്നെയും അവരെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കണു. BBA ഉൾപ്പെടെ ചില കോഴ്സുകളുടെ പരീക്ഷ ജനുവരിയിലും ജൂണിലുമാണ് നടക്കേണ്ടത്. എന്നാൽ ജനുവരിയിൽ നടക്കാതെ പോയ പരീക്ഷ ജൂണിൽ ഒന്നിച്ച് എഴുതിക്കാമെന്നായിരുന്നു സ്ഥാപന ഉടമകൾ പറഞ്ഞിരുന്നത്. പരീക്ഷയ്ക്ക് ദിവസങ്ങൾ അവശേഷിക്കെ ഇതുവരെ അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്നും പറയുന്നു. 5th സെമസ്റ്റർ ജനുവരി നൽകേണ്ട പരീക്ഷ നടന്നിട്ടില്ല. 6ാമത്തെ സെമസ്റ്ററിനും ജൂലൈയിലാണ്, അതും ആയിട്ടില്ല. ഈവൻ അതിൻ്റെ പരീക്ഷാ ഫീസ് പോലും കെട്ടുവച്ചിട്ടില്ല. വിദ്യാർത്ഥികളുടെ പഠനം തടസ്സമില്ലാതെ തുടരുന്നതിന് സ്ഥാപന നടത്തിപ്പുകാർ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ വ്യക്തതയില്ലാത്ത ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറായിട്ടില്ല. ഒന്ന്, ഞങ്ങൾക്ക് അന്നാമലൈ യൂണിവേഴ്സിറ്റിയായിട്ട് മേർജ് ചെയ്ത് തരാം, ഞങ്ങളുടെ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നായിരുന്നു ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് സെൻട്രൽ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇവിടെ ട്യൂഷൻ കണ്ടിന്യൂ ചെയ്യാം, എന്നിട്ട് എക്സാം ടൈം നാട്ടിൽ നമ്മൾ പോയി എഴുതുക. മൂന്നാമത്തത് കോർട്ടിൽ തീരുമാനം വരുന്ന വരെ കാത്തിരിക്കുക എന്നുള്ള ഒരു ഇതിലാണ് മൂന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി നഷ്ടപ്പെടാത്ത വിധം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ദുബായിൽ പരീക്ഷാ കേന്ദ്രം ഉള്ളതുപോലെ ഗൾഫിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഒരു പൊതു കേന്ദ്രമായിട്ട് എല്ലാ കുട്ടികൾക്കും വന്നിരുന്ന എക്സാം എഴുതാനുള്ള ഒരു സെൻറ്ററായിട്ട് ഇവിടെ ഒരു സെൻറ്റർ ഞങ്ങൾക്കിവിടെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി, ഞങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്കും അനുബന്ധ വ്യവസായങ്ങൾക്കും ആവേശം പകർന്ന് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ കൊടിയിറങ്ങി. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര പ്രദർശനമായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമായിരുന്നു ഇത്തവണ. ലോക വിനോദസഞ്ചാര വ്യവസായ മേഖലയിലെ എല്ലാ പാതകളും കഴിഞ്ഞ വാരം ദുബായിലേക്കായിരുന്നു. പ്രമുഖ വിനോദ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അണിനിരന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കുടുംബമൊത്തുള്ള വിനോദയാത്രകളായിരുന്നു ഇത്തവണത്തെ ട്രാവൽ മാർക്കറ്റിന്റെ പ്രമേയം. 400ഓളം പവലിയനുകളും 2700 സ്റ്റാളുകളുമായി 3000-ലധികം സ്ഥാപനങ്ങൾ ടൂറിസം രംഗത്തെ പുതിയ സാധ്യതകളും പ്രവണതകളും തേടി ദുബായിലേക്കെത്തി. ദുബായ് രാജ്യാന്തര കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രദർശനം ഇത്തവണ 4 ലക്ഷത്തിലധികം ആളുകളാണ് സന്ദർശിച്ചത്. ATM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ലോകത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, അവിടേക്കുള്ള യാത്രാമാർഗങ്ങൾ, താമസ സൗകര്യങ്ങൾ, മറ്റ് അനുബന്ധ സംവിധാനങ്ങൾ തുടങ്ങി വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ച എല്ലാം പ്രദർശനത്തിലുണ്ട്. പ്രധാനമായിട്ടും നമ്മളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ ആൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ എല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. പല രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം ATM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിനോദസഞ്ചാര വ്യവസായത്തിലെ പുത്തൻ പ്രവണതകൾ കണ്ടെത്തുന്നതിനൊപ്പം UAE-യിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും ട്രാവൽ മാർട്ട് ലക്ഷ്യമിടുന്നു. 2020-ലെ വേൾഡ് എക്സ്പോയുടെ പ്രചാരണ പ്രവർത്തനങ്ങളും ട്രാവൽ മാർക്കറ്റിൽ സജീവമായിരുന്നു. ഒപ്പം എക്സ്പോയുമായി ബന്ധപ്പെട്ടുള്ള വാണിജ്യ ചർച്ചകളും. 2020-ൽ 2 കോടി സന്ദർശകർ വേൾഡ് എക്സ്പോയോടനുബന്ധിച്ച് UAE-യിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത്.
ലോകത്തിലെ മുൻനിര ഹോട്ടലുകളും ടൂർ ഏജൻസികളുമെല്ലാം ട്രാവൽ മാർക്കറ്റിലുണ്ടായിരുന്നു. ഒപ്പം 60-ലധികം രാജ്യങ്ങൾ അവരുടെ പവലിയനുകളുമായി സജീവ സാന്നിധ്യമായി. ഓരോ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നു ഈ പവലിയനുകൾ. തേടുന്നത് കണ്ടെത്തു എന്ന ആശയവുമായാണ് ഇന്ത്യ ഇത്തവണ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലെത്തിയത്. വിസിറ്റ് കേരള വർഷാചരണത്തിന്റെ ഭാഗമായി കേരളം അവതരിപ്പിച്ച നൂതന ആശയങ്ങളും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടവിഷയമായ യോഗയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് ഇന്ത്യൻ പവലിയൻ. പാലസ് ഓൺ വീൽസ്, മഹാരാജ എക്സ്പ്രസ് തുടങ്ങിയവയായിരുന്നു ഇന്ത്യ വിദേശ സഞ്ചാരികൾക്കായി മുന്നോട്ട് വച്ചത്. ഒപ്പം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യവും വിളിച്ചോതുന്നു. വിസ സംവിധാനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതോടെ ഇന്ത്യയിലേക്ക് സന്ദർശകരുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ 45 രാജ്യക്കാർക്ക് ഈ വിസ അനുവദിക്കുന്നുണ്ട്. 31 രാജ്യങ്ങളിലേക്ക് കൂടി അടുത്ത മാസം മുതൽ ഇത് വ്യാപിപ്പിക്കുകയാണ്. ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസ സംവിധാനം ആരംഭിച്ച് 1 വർഷത്തിനകം തന്നെ ഇന്ത്യയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായി. വർഷം മുഴുവൻ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഇന്ത്യ ട്രാവൽ മാർക്കറ്റിൽ അവതരിപ്പിച്ചത്. When they prefer to go to Kerala, South India, of course Golden Triangle is very popular. The luxury trains which are there like Palace on Wheels, Deccan Odyssey, as well as Golden Triangle which is in South India starting from Bangalore, they are very popular. ഇന്ത്യൻ പവലിയനിൽ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് അന്വേഷണങ്ങൾ ഏറെയും നടന്നത്. ടൂറിസം മാർക്കറ്റിൽ ഇന്ത്യ ഇത്തവണ അവതരിപ്പിച്ച പ്രധാന ടൂറിസം കേന്ദ്രവും കേരളം തന്നെയായിരുന്നു. ഹെൽത്ത് ടൂറിസത്തിനാണ് ഈ വർഷം കേരളം മുന്തിയ പരിഗണന നൽകിയത്. ഒപ്പം വെഡിംഗ് ടൂറിസം, ഫിലിം ടൂറിസം തുടങ്ങി വിനോദസഞ്ചാര രംഗത്തെ പുത്തൻ ട്രെൻഡുകളും കേരളം മുന്നോട്ട് വെച്ചു. വിസിറ്റ് കേരളയുടെ ഭാഗമായിട്ട് കുറച്ചുകൂടെ കൂടുതൽ പ്രൊമോഷൻ ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ടൂർ ഓപ്പറേറ്റേഴ്സും ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓണേഴ്സും കൂടി ചേർന്നുകൊണ്ട് തന്നെ അടുത്ത 1 വർഷം ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ വെഡിംഗ് ഡെസ്റ്റിനേഷൻ, അതുപോലെ ബാക്ക് വാട്ടർ, പിന്നെ കേരളത്തിന് മാത്രം അവകാശപ്പെടുന്ന ആയുർവേദം, ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിസിറ്റ് കേരള വർഷത്തിന്റെ ഭാഗമായി കൂടുതൽ സഞ്ചാരികൾ ഇത്തവണ കേരളത്തിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മൺസൂൺ ടൂറിസത്തെയും ഹെൽത്ത് ടൂറിസത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിനോദസഞ്ചാര ആശയമാണ് ഇതിൽ മുഖ്യം. ടൂറിസം രംഗത്ത് കൈകോർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകൾക്കും കേരളത്തിന്റെ സ്റ്റാൾ വേദിയായി. സംസ്ഥാനത്തെ 20ഓളം പ്രമുഖ ഹോട്ടലുകളും റിസോർട്ടുകളും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. 1 വർഷക്കാലത്തേക്ക് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കേരള ടൂറിസവും കേരളത്തിലെ ടൂറിസം സെക്ടറും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മലയാള മനോരമ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സെമിനാറിൽ വെച്ച് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിസിറ്റ് കേരള ഇയർ തുടങ്ങാനായിട്ട് തീരുമാനിച്ചത്. ടൂറിസം രംഗത്ത് കേരളത്തിനും ഇന്ത്യക്കും വെല്ലുവിളിയായി തായ്ലൻഡും ഫിലിപ്പീൻസും ശ്രീലങ്കയുമെല്ലാം മികച്ച പവലിയനുകൾ ഒരുക്കുകയും സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈജിപ്തിന്റെ പവലിയനും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേതൃത്വം നൽകുന്ന ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച റോബോട്ടുകളും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ശ്രദ്ധ നേടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ സ്വയം തീരുമാനമെടുത്ത് പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ് ഈ റോബോട്ടുകൾ. UAE-യിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോബോട്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് കൂടുതൽ അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. We are developing these robots. Basically, they're artificial intelligence for schools. So we can implement these robots in schools, and they can help children learn the different functions of robots. And it's very simple to program. As you can see, it's showing off for the camera because it notices the camera. It has a camera built in here. ഫ്രാൻസിന്റെ സഹായത്തോടെയാണ് ഈ റോബോട്ടുകളെ വികസിപ്പിച്ചത്. 20 മുതൽ 40 ലക്ഷം വരെയാണ് ഓരോ റോബോട്ടുകളുടെയും വില. ഭാവിയിൽ ചികിത്സാ രംഗത്തും മറ്റും ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ ഇവയെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം.
മരണഗോളത്തിനുള്ളിലെ ജീവൻ മരണ പോരാട്ടം കാണാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഷാർജയിലെ അൽ അക്സയിലേക്ക് വരൂ. ആസ്വാദകരെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അഭ്യാസ പ്രകടനങ്ങളുമായി ഗ്രേറ്റ് വെഗ സർക്കസിൻ്റെ തമ്പ് തയ്യാറായി കഴിഞ്ഞു. ആസ്വാദകരെ ഭീതിയുടെയും ഉദ്വേഗത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന അഭ്യാസ പ്രകടനങ്ങളുമായി ഷാർജയുടെ മനസ്സ് കീഴടക്കുകയാണ് ഗ്രേറ്റ് വെഗ സർക്കസിലെ കലാകാരന്മാർ. The attractions that we have is totally different than last year. Last year we had the high wire, which was made of 4 people. This year our high wire is 7 people. It's a human pyramid. As well, we have the Globe of Death. It's for the first time in the UAE. It's about 4 riders that ride motorcycles at the same time. As well, they turn all over the globe. So I think this is very dangerous also. മരണഗോളം എന്ന് പേരിട്ടിരിക്കുന്ന ഗ്ലോബിനകത്ത് തലങ്ങും വിലങ്ങും അതിവേഗം ചീറിപ്പായുന്ന ബൈക്കുകൾ കാണികളുടെ രക്തസമ്മർദ്ദം ഉയർത്തും. രാജ്യത്ത് ആദ്യമായാണ് ഒരേ സമയം 4 പേരെ അണിനിരത്തിക്കൊണ്ടുള്ള ഡെത്ത് ഓഫ് ഗ്ലോബ് പ്രകടനം. ഹൈവയർ, സില്ലി ക്ലൗൺസ്, ട്രപ്പീസാക്, അപ്പാഷെ ആരോസ് എന്നിങ്ങനെ ആസ്വാദകർക്ക് കാഴ്ചയുടെ പുതിയ അനുഭവമായി ഒരുപിടി അഭ്യാസ പ്രകടനങ്ങളുണ്ട് ഗ്രേറ്റ് വെഗ സർക്കസിൽ. ഭീതിയും ഉദ്വേഗവും നിറഞ്ഞ അഭ്യാസ പ്രകടനങ്ങൾക്കിടെ ചിരിവിരുന്നുമായി ജോക്കറുകൾ തമ്പ് കീഴടക്കുന്നു. കൈയടക്കത്തിന്റെയും മെയ്വഴക്കത്തിന്റെയും കാഴ്ചയാണ് സർക്കസിലെ മനുഷ്യ പിരമിഡ്. 50 അടിയിലധികം ഉയരത്തിൽ വലിച്ചുകെട്ടിയ കയറിൽ ഒരുക്കുന്ന മനുഷ്യ പിരമിഡിന് കയ്യടികളേറെ കിട്ടുന്നു. അപകടകാരികളായ വെള്ളസിംഹങ്ങളെ അരുമ പൂച്ചക്കുട്ടികളെ പോലെ കൈകാര്യം ചെയ്യുന്ന കെയ്സി മെക്കോയുടെ ബിരുദ് കാണികളെ കയ്യിലെടുത്തു. Spent my whole life studying how the animals act so that I can kind of tell what they're going to do before they do it. To me, it doesn't seem as dangerous as it seems to everybody else, just out of experience and practice.
lions I've been training for 8 months. So, you know, and there's other things that they're still learning. It depends, you know, certain lions, it's easier to teach them to do one thing rather than another, and as they get older, it becomes more obvious what they'll learn. ശ്വാന വീര്യവും വിരുദും പ്രകടിപ്പിക്കുന്ന ഡോഗ് ഷോയുമുണ്ട് ഗ്രേറ്റ് വെഗാസിന്റെ തമ്പിൽ. The party was nice, the party was pumping, and everybody having a ball, until the fellas started name calling, and the girls respond to the call. I hear a woman shout out, "Who let the dogs out? Who let the dogs out? Who let the dogs out? Who let the dogs out?" I see the dance people had a ball cause Billy Fountains get out. Get back Gruffy, bash Gruffy, get back you flea infested mongrel. വിവിധ രാജ്യങ്ങളിലെ കലയും സംഗീതവും ഹാസ്യവും സാഹസികതയും സമന്വയിപ്പിച്ച് 2 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള കലാവിരുന്നാണ് ഗ്രേറ്റ് വെഗാസിൽ. ഇവന്റോ എക്സിബിഷൻ മാനേജ്മെന്റ് ആണ് പുത്തൻ കാഴ്ചകൾ UAE നിവാസികൾക്ക് എത്തിക്കുന്നത്. ഞായർ ഒഴികെയുള്ള ദിവസം വൈകിട്ട് 6-നും 9-നുമാണ് ഷോ. 75 മുതൽ 200 ദിർഹം വരെയാണ് ടിക്കറ്റ് നിരക്ക്. റംസാനോടനുബന്ധിച്ച് അടുത്ത മാസം ദുബായിലെത്തുന്ന സർക്കസ് ഖത്തർ, ബഹ്റൈൻ തുടങ്ങി മറ്റു രാജ്യങ്ങളിലും പര്യടനം നടത്തും. ഈ ആഴ്ചയിലെ ഗൾഫ് ദിസ് വീക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അറബ് ലോകത്തെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ ഗൾഫ് ദിസ് വീക്ക്, മനോരമ ന്യൂസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 502638, ദുബായ് മീഡിയ സിറ്റി, UAE. ഫാക്സ് 0442644646. ഇമെയിൽ mmtvdubai@gmail.com.